ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആക്ച്വലി വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. പില്ല്, ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കുക. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ നിങ്ങൾ പോലും അറിയാതെ എടുക്കുന്ന ഫോട്ടോസ്, നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കപ്പെടുകയും അത് പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ചിത്രങ്ങൾ പകർത്തപ്പെട്ട് ആ ഫോട്ടോസ് വരെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ നിങ്ങൾ കേട്ടോ, അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റയില് വേദലക്ഷ്മി, നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഒരു അമ്മ എന്നുള്ള രീതിയിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, ആ കുട്ടി എവിടെയും പോസ്റ്റ് ചെയ്തതല്ല, ആർക്കും അയച്ചു കൊടുത്തതല്ല, അല്ലാതെ ഒരു പിക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി അത് ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇങ്ങനെ ഒരു കോണ്ടന്റ് എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ലീക്ക് ആവപ്പെട്ടു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരുന്നു. അവരതിന്റെ പോലീസ് കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കണ്ടുപിടിച്ചു. അതിന്റെ പിന്നിൽ ഒരു പെയ്ഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഞാനിപ്പോ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം അതിനകത്ത് ആ സർവൈലൻസിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് മോർഫിങ്ങും അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അങ്ങനത്തെ അല്ല പറയുന്നത്. ഇത് ശരിക്കുള്ള റിയൽ പിക്ചേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഫോണിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി. ഇപ്പോ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആക്ടേഴ്സോ റിയാലിറ്റി ഷോസിൽ വന്നവരോ ഒക്കെ ഇന്നത്തെ കാലത്ത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും എക്സ്ക്ലൂസീവ് കോണ്ടന്റിനും എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി, സ്നാപ് കോളിംഗ് ഒക്കെ വഴി ഇഷ്ടംപോലെ കോണ്ടന്റ്സ് ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, വേ ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ബാഡ്ലി ഒരു വലിയ വിഭാഗം ടീനേജേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് പുറത്ത് വേറെ ലൈക്ക് സർഫസ് ലെവലിൽ മാത്രമല്ല നിൽക്കുന്നത്, ഡീപ് വെബിലോട്ട് പോയി അത് വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ച് നിങ്ങൾ പോലും അറിയാത്ത അത്ര എക്സ്റ്റെൻഡ് ഇത് പിന്നെയും വിൽപ്പനയ്ക്ക് ഇതാക്കി വെച്ച് കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗപ്പെട്ടിരിക്കുക. ഞാൻ കണ്ട ആ ചാനൽസിനകത്ത് തന്നെ ഒരു 20,000-ഓളം കുട്ടികളുടെ ഒക്കെ ഇഷ്ടം പോലെ കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാവോ അങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല. ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എക്സ്റ്റെൻഡിൽ മോശമായി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ വേദലക്ഷ്മി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് വേദലക്ഷ്മിയുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവര് പോലും അറിയാതെ ഒരു ടെലഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി. അത് പുള്ളിക്കാരി പറയുന്നുണ്ട് തുടക്കത്തിൽ. അതെങ്ങനെ സംഭവിച്ചു? അതാണ് എന്റെ ചോദ്യം. അത് പിന്നെ സ്വന്തമായിട്ട് ആ പെൺകുട്ടി ഫോട്ടോ എടുത്തിട്ട് ടെലഗ്രാമിൽ ഇട്ട് അത് പിന്നെ പുള്ളിക്കാരി തന്നെ ഇട്ടതാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ആരും ആ ലെവലിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അല്ല, കമന്റ് ബോക്സിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പല തരത്തിലുള്ള ഫോട്ടോസ് ടെലഗ്രാമിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതാരുമാകാം, ചിലപ്പോൾ അത് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ മകനാകാം, അല്ലെങ്കിൽ അയൽവാസിയായിട്ടുള്ള ഏതെങ്കിലും ഒരു പയ്യനാണ്, അതും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവാകും. അങ്ങനെ ആരുമാകാം. ചിലപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദേഷ്യം തോന്നും. പക്ഷെ എന്നാലും ഇതാണ് സത്യം. എന്തായാലും കുറച്ച് നാൾക്ക് മുമ്പ് ഈഗിൾ ഗെയിമിംഗിൽ കുറച്ച് പേരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അന്ന് അതെങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ സ്വന്തം അമ്മയും പെങ്ങളും ഒക്കെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ചിത്രങ്ങളൊക്കെ പകർത്തി ടെലഗ്രാം ഗ്രൂപ്പിലൂടെ വിറ്റഴിക്കുമായിരുന്നു. അങ്ങനെ വിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ. അന്ന് ഞെട്ടലോടെയാണ് പുറം ലോകം ആ വാർത്തയെ വരവേറ്റത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പോലും നമ്മളൊക്കെ ചിന്തിക്കും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. അത് വൈകി നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇത്തരം രീതിയിൽ ഉള്ള കുറെ ടെലഗ്രാം ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വേദലക്ഷ്മി വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. കേരളത്തിലെ ടെലിഗ്രാം മാഫിയ എങ്ങനെയാണ് സ്ത്രീകളെയും യുവതലമുറയും ചൂഷണം ചെയ്ത് വിൽപ്പന ചരക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലൗഡ് ഡെമോ മോഡൽസ്. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ ചാനൽ ഒരു ഫ്രീ ആക്സസ് ചാനലാണ്. പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടേ അഡ്മിൻസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. മലയാളികളായ 100-ൽ കൂടുതൽ സെലിബ്രിറ്റീസ്, മോഡൽസ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, BB കോണ്ടസ്റ്റന്റ്സ് എന്നിവരുടെ അർത്ഥനഗ്നമായ 1000-ൽ കൂടുതൽ ഫോട്ടോസും 600-ൽ പരം ഷോർട്ട് വീഡിയോസും ഷെയർ ചെയ്യപ്പെട്ട ഈ ചാനലിൽ 1700-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്.
ഈ ചാനൽ വഴിയാണ് ഇവരുടെ പെയ്ഡ് ചാനലിന്റെ പ്രൊമോഷൻസും മാർക്കറ്റിംഗും നടക്കുന്നത്. അടുത്തത് റോയൽ ആക്സസ്. ഇത് ഈ മാഫിയയുടെ ഫസ്റ്റ് പെയ്ഡ് എൻട്രി ലെവൽ ചാനലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ 100ഓളം സെലിബ്രിറ്റീസിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫുൾ ലെങ്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള ഒരു ചാനലാണിത്. 8000ഓളം ഫോട്ടോസും 3000ഓളം വീഡിയോസും ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് റേറ്റ് 499 രൂപയാണ്. 350ൽ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈം ആക്സസ്. 350ഓളം മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് ഫീ 499 രൂപയാണ്. നമ്മുടെ നാട് ഒരു ഹബായി മാറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതായത് 100% വീഡിയോസ്. ഇതിൽ കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. ഇതിൽ കുറെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഒക്കെ മോർഫ് ചെയ്തും അതുപോലെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തും പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുന്ന സംഭവം നമുക്കറിയാം. ഇത് സംബന്ധിച്ചിട്ടുള്ള പല ടെലഗ്രാം ഗ്രൂപ്പുകളും നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലരും ഇതിനെതിരെ കേസ് വരെ കൊടുത്തിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹെലനോസ് പാട്ടയുടെ സംഭവം. പുള്ളിക്കാരിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടുമില്ല. സോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ഇനി വേദലക്ഷ്മി പറയാൻ പോകുന്നതാണ് നിങ്ങളൊന്ന് കേൾക്കേണ്ടത്. ഏർലി ആക്സസ്. ഈ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനകത്തെ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്കുമായിരുന്നു. കാരണം ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആരോ അവരുടെ ഫോണിന്റെ ഗാലറിയിൽ തന്നെ ലീക്ക് ചെയ്തിരിക്കുന്ന. ഇത് കണ്ടിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തന്നെ നമ്മുടെ ഫോണൊക്കെ തന്നെ സുരക്ഷിതമാണെന്നുള്ളത് ആലോചിച്ചിട്ട് പേടി വന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പല ഫോട്ടോസും പ്രൈവറ്റ് ഫോട്ടോസും ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ ഫോണിൽ എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുവാണെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഷോർട്ട് ഡ്രസ് ഒക്കെ ഇടുമല്ലോ, പുറത്തേക്ക് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിനകത്ത് ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒരു രസം അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ. നമ്മളത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ഭംഗി തോന്നി നമുക്കൊന്ന് ഫോട്ടോ എടുത്താലോന്ന് വിചാരിച്ച് മിററിലൊക്കെ പോയി ഫോട്ടോ എടുക്കും. പക്ഷെ നമ്മൾ എവിടെയും ഷെയർ ചെയ്തൊന്നുമില്ല, നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ. ചിലപ്പം അങ്ങനെ ഫോട്ടോസ് ഒക്കെ സൂക്ഷിക്കുന്ന സമയത്തായിരിക്കും വേണ്ടപ്പെട്ട പിള്ളേര് അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് വലിയ പിള്ളേരൊക്കെ നമ്മുടെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വളരെ അടുത്ത ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും ഫോൺ എടുക്കും. ഇവരൊക്കെ ചിലപ്പോൾ നമ്മുടെ അറിവോട് കൂടി തന്നെ ആയിരിക്കും ഫോൺ എടുക്കും. അതിൽ ചിലര് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇതുപോലുള്ള ടെലഗ്രാം ഗ്രൂപ്പിലെ അംഗമായിരിക്കും. ഇവരെന്ത് ചെയ്യും, ഇത് നേരെ അവരുടെ ഫോണിലേക്ക് ആക്കും. എന്നിട്ട് അത് ടെലഗ്രാം ഗ്രൂപ്പിൽ കൊണ്ടുപോയി വിൽക്കും. അവർക്കാണെങ്കിൽ നല്ല പൈസയും കിട്ടും. ഇതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും എന്റെ ഭർത്താവ് അങ്ങനെയുള്ള ആളല്ല, അല്ലെങ്കിൽ എന്റെ സഹോദരൻ അങ്ങനെയുള്ള ആളല്ല, എന്റെ ബന്ധുക്കളൊന്നും ഇങ്ങനെയുള്ള ആളെ അല്ല, അവരൊക്കെ ഡീസന്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ എന്നാ കേട്ടോ, ഇങ്ങനെയുള്ള പല മാന്യന്മാരുമാണ് ഇത്തരത്തിലുള്ള ടെലഗ്രാമിന്റെ അംഗങ്ങൾ. സമൂഹത്തിന് മുന്നിൽ വളരെ മാന്യന്മാരായി നടക്കുന്നവരായിരിക്കും, പക്ഷെ ഉള്ളിലേക്ക് ഇതുപോലുള്ള പരിപാടികളായിരിക്കും. ഇങ്ങനെ മാന്യന്മാരായിരിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റൂ. അല്ലാത്ത ആളുകളൊക്കെ എന്തായാലും അകറ്റി നിർത്തുമല്ലോ. നമ്മള് നല്ല പുള്ളിയാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നവരായിരിക്കും ഇതുമാതിരി പരിപാടികളൊക്കെ കാണിക്കും. അടുത്തതായി ഏർലി കോർ ആക്സസ്. ഈ ചാനലിന്റെ അഡ്മിൻ തന്നെ പറയുന്നുണ്ട് ഇതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന്. അഥവാ അങ്ങനെ പോയാൽ തന്നെ പോസ്റ്റ് ചെയ്ത അഡ്മിനും കാണുന്ന മെമ്പേഴ്സിനും പ്രശ്നമാകും എന്ന്. നമ്മൾ സാധാരണയായി കാണുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ നിർബന്ധിച്ച് ചൂഷണം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സംഗതി തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം വാർത്തയിലൊക്കെ കേൾക്കാറില്ല. കാമുകീനെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്വകാര്യ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന കാര്യം നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നതിന്റെ പുറത്തുള്ള ചേതോ വികാരം ഇതൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് അവർക്ക് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി വിൽക്കണം, പണം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഭാര്യയുടെയോ അല്ലെങ്കിൽ കാമുകിയുടെയോ ഒക്കെ പിന്നെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം, എന്തൊരു ചീപ്പ് പരിപാടിയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ വേദലക്ഷ്മി പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, പെണ്ണുങ്ങളൊക്കെ സ്വയം തുണിഞ്ഞ് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെ ഫോട്ടോസും വീഡിയോകളും ഒക്കെ വരെ ലീക്ക് ആയിട്ടുണ്ട്. അതും വേദലക്ഷ്മി പറയുന്നത്. അത് ഇപ്പൊ ടെലഗ്രാമിൽ പോണോന്നൊന്നും ഇല്ല, യൂട്യൂബിൽ വരെ സംഭവം ഉണ്ടല്ലോ. യൂട്യൂബിൽ തന്നെ രേണുസുധിയുടെ എന്തോരം ലീക്കായ വീഡിയോ ഉണ്ട്. അപ്പൊ പിന്നെ ടെലഗ്രാമിന്റെ കാര്യം പറയണം. എന്തായാലും വേദലക്ഷ്മിയെ വിടാം. ഇനി ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ഈ അടുത്ത് പുള്ളിയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ ഇതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്.
ടെലഗ്രാമിലെ ഏറ്റവും സീനായിട്ടുള്ള ഗ്രൂപ്പുകളെ പറഞ്ഞുതരാം. ഒന്ന് ഇൻസെറ്റ്സും പിന്നെ ഒന്നും കക്കോൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. അവര് മെയിൻ ആയിട്ട് ഈ കക്കോൾ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് ഈ ഗേൾ ഫ്രണ്ടിന് ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ ഹോട്ട് ന്യൂഡിറ്റി അങ്ങനെ ഇടുക, അല്ലെങ്കിൽ എക്സിന്റെ ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ വൈഫിന്റെ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയത്, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന വേറെ ബന്ധങ്ങളിലുള്ള പെൺപിള്ളേരുടെ ഫോട്ടോസ് ഇടുക, വീഡിയോസ് ഇടുക, അത് ഷെയർ ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിൽ പ്രഷർ കണ്ടെത്തുന്ന ഒരാൾക്കാരാണ് ഈ കക്കോൾ എന്ന് പറയുന്നത്. അതിനിപ്പോ അവർക്ക് ഓരോ ഗ്രൂപ്പ് നമുക്കുണ്ട്, അവരാണ് മെയിൻ ത്രെഡ്സ്. ഓക്കെ, ഇനി ഇതാണ് ഈ കക്കോൾഡ് എന്ന് പറയുന്നത്. ഇനി ഇൻസെന്റ് എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോസ് ഉള്ളവര്. ഓക്കെ, വീട്ടുകാരുടെ ന്യൂഡിറ്റി, വീട്ടുകാരുടെ അമ്മയുടെ ന്യൂഡിറ്റി, പെങ്ങളുടെ ന്യൂഡിറ്റി, കസിൻസിന്റെ ന്യൂഡിറ്റി, ഹോട്ട് നൈറ്റിലുള്ള ഫോട്ടോ, നൈറ്റിന്റെ അടിയിൽ കൂടിയുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇടുന്നവരാണ് ഈ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ റീസെന്റ് കേട്ടിട്ടുള്ള സംഗതികൾ. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെ ഫോട്ടോസ് ലീക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പയ്യൻ തുടക്കത്തിൽ സംസാരിച്ചു വെക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇനി ആരും ടെലഗ്രാം ഗ്രൂപ്പ് ഒന്നും തപ്പി പോകാൻ നിൽക്കണം. അങ്ങനെ തപ്പിപ്പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ തന്നെയായിരിക്കും പെടാൻ പോകുന്നത്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഇവിടെ, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ തപ്പിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും അവിടെ പെടാൻ പോകുന്നത്. ആരാന്റെ അമ്മയുടെയും പെങ്ങളുടെയും വീഡിയോ ഒക്കെ ചോർത്തുന്നത് കണ്ട് രസിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കാണാൻ അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ നല്ല സുഖമൊക്കെ ആയിരിക്കും, ആരാന്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ വീഡിയോസ് കാണാം. പിന്നെ പതിയെ പതിയെ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ ഫോട്ടോസ് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ചോർത്തി തരാൻ അവർ ആവശ്യപ്പെടും. അന്നേരമായിരിക്കും നിങ്ങൾ പെടാൻ പോകുന്നത്. കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അവരെങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യും. ലാസ്റ്റ് നിങ്ങൾ അവസാനം അതിന് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പതിയെ പതിയെ നിങ്ങളും ആ പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിക്കും. കാര്യം പൈസ അല്ലേ കിട്ടുന്നത്. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ ഫോട്ടോസ് നിങ്ങൾ എടുത്ത് ടെലഗ്രാം വഴി വിൽക്കാൻ നിങ്ങളും തുടങ്ങും. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം ഗ്രൂപ്പുകൾ തേടി പോകാതിരിക്കുക. ഞാൻ ഇതൊരു പബ്ലിക് അവയർനെസ് പോലെ, ഒരു ഇൻഫർമേഷൻ പോലെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ജാഗ്രതയായിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനെ ആ രീതിയിൽ തന്നെ എല്ലാവരും എടുക്കുക. അല്ലാതെ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരും ഇതിന്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. പൊതുവെ ഇങ്ങനെ ഒരു രീതി ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ കമന്റ് ബോക്സിൽ വരും, നീ എന്തിനാ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾ പബ്ലിക് അറിയണ്ടേ? നാളെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഇനി ഈ പയ്യൻ വേറെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ആളെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് അവരെ ഉറക്കി കിടത്തുക, എന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഷെയർ ചെയ്യും. അതിനു വേണ്ടി തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ വേറെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവര് തന്നെ ഈ സ്ലീപ്പിംഗ് പിൽസ് വിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ച് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു. ആക്റ്റീവ്ലി വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട് പില്ല്. ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കണം. അവർ പോലും അറിയില്ല അവർ ഈ സ്ലീപ്പിംഗ് പില്ല് വെച്ചിട്ടുള്ള സീനാണെന്നുള്ളത്. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണേന്റെ ഇത് കുറച്ച് കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള അഡ്മിൻസും ഇതിന്റെ അകത്തുള്ള വേറെ ടീമുകളും ഈ പിൽസ് ഇതിൽ ത്രൂ സെല് ചെയ്യുന്നുണ്ട്. ഇതിൽ ത്രൂ സെല് ചെയ്യാനും ഇതിങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കണം എന്ന് പറയണമെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ഇവര് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻലി വീട്ടുകാരുടെ ഫോട്ടോസ്, ഈ ഇൻസിഡൻസ്, ഈ അങ്ങനത്തെ അവരുടെ ഈ ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ മേടിക്കുക. ഈ പില്ലുകൾ യൂസ് ചെയ്ത് ആൾക്കാരെ കിടത്തി ഉറക്കി മയക്കിയിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും നടക്കും. അതാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്തരം സ്ലീപ്പിംഗ് പിൽസുകൾ സമൂഹത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പലതും സംഭവിക്കാം. ചിലപ്പോ പീഡനങ്ങൾ വരെ നടന്നെന്ന് വരാം. ചിലപ്പോ പീഡിപ്പിക്കുന്ന വ്യക്തി പോലും ചിലപ്പോ അത് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ ഈ പിന്നെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴത്തേക്ക് ഞെട്ടലോടെ അല്ലാതെ നമുക്കിതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇങ്ങനെയൊന്നും നടക്കാണ്ടിരിക്കട്ടെ. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ബാക്കിയും കൂടെ കേട്ടു. ഗ്രൂപ്പ് കാൻഡിഡ് എന്ന് പറഞ്ഞത് ഈഗിൾ ഗെയിമിംഗ് ഇതിനു മുമ്പ് എക്സ്പോസ് ചെയ്ത ഒരു കാര്യമാണ് കാൻഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാൻഡിഡ് ഗ്രൂപ്പ്സിന്റെ ഫോട്ടോസ് ഞാനിവിടെ പ്രൂഫിന് വേണ്ടി ഞാനിവിടെ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ കാൻഡിഡിന്റെ തന്നെ വേറൊരു വേർഷനാണ് നീബർ സ്പൈ. ഇവരുടെ ജനലിലൂടെ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിലുള്ള ആന്റിമാർ ചേച്ചിമാർ എന്താ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അവരലക്കുമ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അവരുടെ കുളിമുറി എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്തിയെടുക്കുക. കാൻഡിഡ് തന്നെ വലിയൊരു വിഭാഗക്കാരാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ വീട്ടുകാരിക്കുമ്പോൾ ജനലൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി എടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അടുത്തത് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ, കോളേജിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഓണ സെലിബ്രേഷൻസ് നടക്കുമ്പോൾ, ഫെസ്റ്റ് നടക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പല പരിപാടികൾക്ക് ഈ ക്യാമറമാൻ ആൾക്കാരും വരുമല്ലോ. അപ്പൊ അവർ ഈ എടുത്തിരുന്ന ഫോട്ടോ ഐദർ അവരല്ലെങ്കിൽ ഇത് കോളേജ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഫോട്ടോസ് എല്ലാം കിട്ടാൻ വേണ്ടി. അവിടെ നിന്നോ ഇവരെന്ത് ലിങ്ക് എടുത്തിട്ട്
ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോസ് എന്ന് വെച്ചാൽ റോ ഫോട്ടോസ് ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവും കൂടുതലും. എന്ന് വെച്ചാൽ ഇവര് റാൻഡംലി ക്ലിക്ക് ചെയ്യണ എല്ലാ ഫോട്ടോസും അതിന്റെ അകത്ത് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വൾഗർ ഫോട്ടോസ് ഉണ്ടാവും, എല്ലാത്ത നോർമൽ ഫോട്ടോസ് ഉണ്ടാവും, ഡ്രസ്സ് തെറ്റിയ ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ ആ ഫോട്ടോസ് കോളേജുകളുടെ ഓണ സെലിബ്രേഷൻ നടത്തുന്ന ആൾക്കാരുടെ ഈ ക്യാമറമാൻമാർ വന്നെടുത്ത് ഫോട്ടോ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട് അത് ആ ലിങ്ക് ഇവര് പരസ്പരം സെല് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ സേഫ് അല്ല. പ്രൊഫഷണൽ ക്യാമറയിൽ അവിടെയുള്ള ക്യാമറകളിൽ പകർത്തപ്പെടുന്ന ചിത്രങ്ങൾ പോലും പല രീതികളിൽ ടെലഗ്രാമിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നോക്കിയേ. ചിലപ്പോ ഇങ്ങനെയുള്ള ക്യാമറാമാൻ പോലും ചിന്തിക്കത്തില്ല എന്താണ് ഈ താൻ എടുക്കുന്ന ഫോട്ടോസ് നാളെ ടെലഗ്രാമിൽ ഈ ഒരു അവസ്ഥയിൽ വരുമെന്നുള്ള കാര്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഈ കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് വരും. ആ ഗ്രൂപ്പിലുള്ള വന്നു കഴിയുമ്പോഴത്തേക്കും ഇവര് ആ ഗ്രൂപ്പിലെ ആ കുട്ടികളോട് ഈ ഫോട്ടോസ് ഒക്കെ എടുത്തു തരാൻ ആവശ്യപ്പെടും. കുട്ടികളാകുമ്പോൾ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് അവരെ കൊണ്ട് അമ്മമാരുടെയോ പെങ്ങന്മാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ചിത്രങ്ങൾ എടുത്തു തരാൻ പറയും. എന്നിട്ട് അവരോട് ആ ചിത്രങ്ങളെല്ലാം അയച്ചു തരാനും പറയും. എന്നിട്ട് ഇവര് വേറെ വെബ്സൈറ്റിലൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ വിൽക്കും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ബലിയാടാവുന്ന ആരാണ്? ഈ കുട്ടികളായിരിക്കും. ഒരിക്കലും ഇത്തരം ട്രാപ്പുകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഈ ഇത്തരം ഗ്രൂപ്പുകളിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. എനിക്കിവിടെ പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. മാക്സിമം നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക. അവരുടെ ടെലഗ്രാം ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അവരൊന്നും ഇത്തരം ഗ്രൂപ്പുകളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ നാളെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങും. അല്ല എങ്കിൽ നാളെ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ എടുത്ത് ഇതുപോലെ ടെലഗ്രാമിലോ എന്തെങ്കിലും ഗ്രൂപ്പിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മോണിറ്ററിങ് ചെയ്യുക. അവസാനമായിട്ട് ഈ പയ്യൻ ഒരു കാര്യം കൂടി പറയുന്നു. അതായത് ടെലഗ്രാമിൽ പല സെലിബ്രിറ്റീസുകളും ഇതുപോലെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇടാൻ നേരത്ത് അതിൽ പല വൾഗറായിട്ടുള്ള കമന്റ്സുകളും വരാറുണ്ട്. അത്തരം കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ സജീവമാണെന്നുള്ളതാണ്. അതിപ്പോ ഞാൻ പറയുന്നുണ്ടെന്ന് കേട്ടു. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഈയിടെയായിട്ട് ഇൻസ്റ്റാ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണ പിള്ളേരുടെ ഫോട്ടോസിലൊക്കെ പോയിട്ട് ഭയങ്കര വൾഗാരിറ്റിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അത് എവിടെ നിന്ന് തന്നെ അറിയും. അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവന്മാർ ഓടി എല്ലാവരും കൂടി വന്ന് ഇവിടെ കുറ്റിയടിച്ച് കമന്റ് അടിക്കുന്നതിന്റെ കാര്യം എന്താ അറിയും? ടെലഗ്രാം ഗ്രൂപ്പ്സിന് നല്ലൊരു പങ്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പ്രൊഫൈലും കൂടി മെൻഷൻ ചെയ്തിടും. അപ്പൊ എന്തെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടി ഓടി വന്നിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ആ ഗ്രൂപ്പിലിട്ട് അവരാധിക്കും പെണ്ണിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ട് ഇതാക്കും. അത് കൂടാണ്ട് ഇവർ വന്നിട്ട് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അതിനിടയിൽ ഡെയർ കൊടുക്കണം, നീ പോയിട്ട് ഇങ്ങനെ പറ, നീ പോയിട്ട് ഇങ്ങനെ പറയാനുള്ള അത് കണ്ടില്ല, ഇതിനെപ്പറ്റി പറയാൻ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ കാര്യം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരായ പോലും നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് കമന്റ് ഇടണമെന്നുള്ളത്. നേരെ അവരെ പോയിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ സിസ്റ്റത്തിന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം ഇല്ല എന്നുള്ള, അതിനുള്ള ഒരു സംവിധാനം ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചു, സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതാണ് ഇനി വളർന്നു വരാൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ പെടാണ്ട് നോക്കി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.